Hello students, today we are discussing the 14th chapter of our physics, oscillations. ഈ ഒരു പാഠം എന്ന് പറയുന്നത് മോഷനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠമാണ്. മോഷൻ, ചലനം. നമ്മൾ ഫസ്റ്റ് പാഠം സെക്കൻഡ് പാഠമൊക്കെ ആയിട്ട് മോഷനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായി. അഥവാ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ചലനം സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെ, ലോസ് ഓഫ് മോഷൻ, മോഷൻ്റെ ചലനത്തിൻ്റെ നിയമങ്ങൾ, ചലന നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. പക്ഷേ ഈ ഒരു പാഠത്തിൽ ഓസിലേറ്ററി മോഷൻ, ഓസിലേറ്ററി മോഷൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മോഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ടോപ്പിക്കുകളൊക്കെ പുതിയതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാഠത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഓരോ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു മോഷനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠമാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ഓസിലേറ്ററി മോഷൻ, അങ്ങനെയാണ് ഈ പാഠത്തിന് പേര് കൊടുത്തിട്ടുള്ളത്, ഓസിലേഷൻസ്. അപ്പോൾ എന്താണ് ഓസിലേഷൻസ്, എന്താണ് ഓസിലേറ്ററി മോഷൻസ്, അതിനോട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ആണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടോപ്പിക്കുകൾ മാത്രമാണ് എക്സാമിനുള്ളത്. ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തെ ടോപ്പിക്ക് ദി സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് എക്സാമിനുള്ളത്. പക്ഷേ ആകെ 2 ടോപ്പിക്കുള്ളൂ എങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ടോപ്പിക്കുകളിൽ പഠിക്കാനുണ്ട്. ഒരു പാഠത്തിൽ ഇപ്പോൾ കുറേ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ ടോപ്പിക്ക് കുറവാണെങ്കിൽ ആ ടോപ്പിക്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ പഠിക്കാനുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അറിയണതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാനുണ്ട്. സോ ഞാൻ ഈ ഒരു പാർട്ട് 1 ഈ ഒരു സെക്ഷനിൽ ഒന്നാമത്തെ ടോപ്പിക്ക് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാവശ്യമായ കുറച്ച് കാര്യങ്ങളും പറയും. നെക്സ്റ്റ് ഒരു സെക്ഷനിൽ നമ്മൾ ദ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞ ടോപ്പിക്കും നമ്മൾ പഠിക്കും. ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ള അറിയണം. ഹാർമോണിക് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത്. ഈ ഹാർമോണിക് മോഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അറിയണം. പീരിയോഡിക് മോഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം മോഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയണം. മോഷൻ, അപ്പോൾ നമ്മളൊരു ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബേസിക് അറിഞ്ഞാൽ മാത്രമാണ് ആ ടോപ്പിക്ക് നമുക്ക് ശരിക്കും പഠിക്കാനേ പറ്റുള്ളൂ. എന്നിട്ടാണ് കൂടുതൽ നമുക്ക് എക്സാമിന് എഴുതല്. ടോപ്പിക്ക് ഫുൾ പഠിക്കണ്ടേ, എന്നിട്ടല്ല എക്സാമിന് എഴുതുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സിമ്പിൾ, അതാണ് കുറേ കുട്ടികൾക്കും ചില കുട്ടികൾ ഇത് പാഠം ടഫാണ്, ഇതിന് ശേഷമുള്ളൊരു പാഠം ടഫായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. സംഭവം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആദ്യം ഹാർമോണിക് മോഷൻ എന്താണെന്ന് പറയണം. അതിനു മുമ്പ് പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറയണം. അതിനു മുമ്പ് മോഷൻ എന്താണെന്ന് പറയണം. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ചലനം, ഒരു ഒബ്ജക്റ്റ് ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്, മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ ഇരിക്കുകയാണ്, അവൻ്റെ ആ ഒരു പൊസിഷൻ മാറിയിട്ട് വേറൊരു പൊസിഷനിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ മാറിയിരുന്ന്, അതുകൊണ്ട് അവൻ മോഷനിലായി ചലിച്ച് എന്ന് പറയാം. എന്തായിരുന്നു, അവൻ ആദ്യം ഉണ്ടായിരുന്ന ഒരു പൊസിഷനായിരുന്നു, അവൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യണേനെയാണ് മോഷൻ എന്ന് പറയണത്. അപ്പോൾ ഒരു മോഷൻ എന്താണെന്നുള്ള അത് നിങ്ങൾക്ക് അറിയണ കാര്യം. പക്ഷേ പീരിയോഡിക് മോഷൻ, അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കുകൾ പറഞ്ഞതിന് ശേഷം ആവശ്യമായത് ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് എന്തൊക്കെ പഠിക്കാൻ ആവശ്യമായത് പറഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് പറയും. എന്നാലേ നമുക്കത് പഠിക്കാനേ മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്ക് കെമിസ്ട്രിയിലെ ചില ടോപ്പിക്കോ അല്ലെങ്കിൽ ഫിസിക്സിൽ തന്നെ ചില പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ആ ടോപ്പിക്കിൽ ബേസിക് മുമ്പത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഫോക്കസിൽ എന്താണ് ടോപ്പിക്കിൽ അതേപോലെ പഠിച്ചാൽ മതിയായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ എക്സാമിന് ആൻസർ ചെയ്താനോ പറ്റുള്ളൂ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പീരിയോഡിക് മോഷനെ കുറിച്ച് പഠിക്കാൻ പോവാം. മോഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഹാർമോണിക് മോഷൻ പറയും, അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വരാനുള്ളത്. എല്ലാ എക്സാമിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് കണ്ടീഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ എല്ലാ ക്വസ്റ്റ്യനുകളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. സിമ്പിൾ പെൻഡുലത്തിൽ നമുക്കൊരു ഡെറിവേഷൻ പഠിക്കാറുണ്ട്. കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഡെറിവേഷൻ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നോക്കുക. ഓക്കെ, ഈ പീരിയോഡിക് മോഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം.
പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ആയിട്ടുള്ള മോഷൻ, പീരീഡിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ. സിമ്പിളായിട്ട് വേർഡ് എന്ന് പറയാം. ഞാൻ ഒരു മോഷനെ കുറിച്ച് പറയാണ്. ഒരാൾ ഒരു സ്ഥലത്ത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അവനൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഇങ്ങനെ പോയിട്ട് തിരിച്ച് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു ഇവിടെ എത്തി. കറക്റ്റ് സർക്കിളായിട്ടല്ല, ഒരു മോഷനെ കുറിച്ച് പറയാണ്. ഇവിടുന്ന് ഇവിടെ നിന്ന് എത്തി. പിന്നെ അവൻ ആ പാത്തിൽ പിന്നെയും കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. അതേ പാത്തുക്കുള്ള വീണ്ടും കിടന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു ടൈം പീരീഡിൽ, അതായത് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുക്കാൻ ടൈം വേണം അല്ലേ. ഒരു 5 സെക്കൻഡ് വിചാരിക്കും, അടുത്ത 5 സെക്കൻഡിലോ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എത്ര 5 സെക്കൻഡ് 6 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പീരിയോഡിക്കായിട്ട് ഇങ്ങനെ കൊടുന്ന് മൂവ് ചെയ്യുക, ചതുരത്തിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇവനെ സ്റ്റാർട്ട് ചെയ്ത ഈ പോയിന്റിൽ കിടന്ന് പിന്നെയും തിരിച്ചു വരും. ഒരു പീരീഡിൽ തന്നെ അവൻ അവിടെ കിടന്ന് റിപ്പീറ്റഡ്ലി മോഷനിലാണെങ്കിൽ അതൊരു പീരിയോഡിക് മോഷനാണ്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. അതാ ഒരു മോഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക റെഗുലറായിട്ട് അറ്റ് ഇൻ്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. ഒരു ടൈം ഇൻ്റർവെല്ലിൽ, ഒരു ടൈം പീരീഡിൽ, ഒരു ടൈം ഡ്യൂറേഷനിൽ അവരെന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, മോഷൻ ചലിക്കുക എന്ന് പറയുന്നതിന് പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഈ പീരിയോഡിക് മോഷന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിളുകൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവും. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ച് നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ പറയാണ്, ദി മോഷൻ ഓഫ് എനി പ്ലാനറ്റ് അറൗണ്ട് ദി സൺ. അഥവാ സണ്ണിന് ചുറ്റിലും പ്ലാനറ്റ് കിടന്ന് കറങ്ങുക, പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യുക. സണ്ണിന് ചുറ്റും ഇപ്പോൾ ഭൂമി കിടന്ന് റൊട്ടേറ്റ് ചെയ്യണില്ലേ, അതിൻ്റെ ഇപ്പോൾ ഒരു സൺ ഇവിടെയാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക. ഇതിന് ചുറ്റുഭാഗത്ത് ഭൂമി കിടന്നിട്ട് ഈ ഒരു സർക്കുലർ പാത്തിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിപ്പോൾ ഒരു ദിവസം നമ്മൾ പറയാണ് പകലുണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. നമ്മൾ 265 ഡേ കഴിയുന്ന സമയത്ത് ഇതൊരു വലയം കഴിഞ്ഞ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സർക്കുലർ പാത്തിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. റൊട്ടേറ്റ് ചെയ്യണം ഈ ഒരു മോഷൻ ഒരു പീരീഡിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവൻ അടുത്തൊരു ടൈം പീരീഡിൽ ഇവിടെ എത്തും അല്ലേ, അടുത്തൊരു നെക്സ്റ്റ് ടൈം പീരീഡിൽ ഇവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങി റിപ്പീറ്റഡ്ലി മോഷൻ അല്ലേ. ആ ഒരു മോഷന് പറഞ്ഞ പേരാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സൂര്യൻ്റെ ഒരു കേസ് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, 365 ദിവസം ഡേ കഴിയുമ്പോഴത്തിന് ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തും. വീണ്ടും ഇതേ റൊട്ടേഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയാണ്, 365 ഡേയ്സ്. അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ്, 265 ദിവസം വെച്ചിട്ടാണ് എത്തുന്നത്. ഒരു മിനിമം റൊട്ടേഷന് വേണ്ടിയുള്ള സമയം, അതിനെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിന് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് പീരിയോഡിക് മോഷൻ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ടൈം പീരീഡ് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ പറയേണ്ടത്, നമുക്ക് ആവശ്യമാണ് ആ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ പറയാം, ദ മോഷൻ ഓഫ് എ മൂൺ അറൗണ്ട് ദി എർത്ത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൂൺ എന്ത് ചെയ്യുക, എർത്തിന് റൊട്ടേറ്റ് ചെയ്യണ പോലെ അതൊരു ടൈം പീരീഡിൽ ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യല്ലേ, റിപ്പീറ്റഡ് മോഷൻ അല്ലേ, ഒരു പ്രത്യേക സമയത്തിൻ്റെ ഉള്ളിലല്ല റൊട്ടേറ്റ് ചെയ്യണത് അല്ലേ. അതുകൊണ്ട് എന്താണ് നമുക്ക് ഒരു പീരീഡ് മോഷൻ പറയാം. നെക്സ്റ്റ് എന്താണ്, ദി മോഷൻ ഓഫ് ദി ഹാൻഡ്സ് ഓഫ് എ ക്ലോക്കിൽ സൂചി എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു ടൈം പീരീഡിൽ എന്ത് ചെയ്യും, 12ൻ്റെ അവിടെ നിന്ന് നമ്പർ നമ്മൾ സൂചി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും, അടുത്തൊരു 12 ഒരു മണിക്കൂർ ആകുമ്പോഴത്തേന് അവിടെ എത്തിയിട്ടുണ്ടാവും. നെക്സ്റ്റ് അങ്ങനെ ഒരു സെക്കൻഡ് സൂചിൻ്റെ കേസാണ് നോക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്തും. അപ്പോൾ ഒരു സെക്കൻഡ് സൂചിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. അതേപോലത്തെ ഈ ഒരു റൊട്ടേഷൻ ഇങ്ങനെ കിട്ടുന്ന മോഷൻ, ഇതിപ്പോൾ ഈ എല്ലാ മോഷനും റൊട്ടേറ്റ് ചെയ്ത് വട്ടത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. സർക്കുലർ മോഷൻ മാത്രം പീരിയോഡിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്യണ എല്ലാ മോഷനെയും നമ്മൾ എന്തെന്ന് പറയും, പീരിയോഡിക് മോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പീരിയോഡിക് മോഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഗ്രാഫ് ഒന്ന് നോക്കാം. പീരിയോഡിക് മോഷൻ്റെ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തുള്ള ഗ്രാഫാണ്. ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുക. ഈ ഗ്രാഫുകൾ ചോദിച്ചിട്ട് ഗ്രാഫ് തന്നിട്ട് ഏത് ഗ്രാഫാണ് പീരിയോഡിക് മോഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നോക്കാം. പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് എന്താണ്, റിപ്പീറ്റഡ് മോഷനാണ് അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, മൂവ് ചെയ്യാണ്, ഒരു പൊസിഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തു, ഈ ഒരു പോയിന്റിൽ 0 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെത്തി. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇത് 0 എന്ന് പറഞ്ഞ പോയിന്റാണ്, ഇങ്ങനെ വന്നു 0 എന്നുള്ള പോയിന്റിലേക്ക് തന്നെ എത്തി. ടൈം പീരീഡ് T എന്ന് പറഞ്ഞ ടൈം പീരീഡ്, അതേ T എന്ന് പറഞ്ഞ ടൈം പീരീഡ് കൊണ്ട് തന്നെ ഇങ്ങനെ പോയി അതേ 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഈ ഒരു പോയിന്റ് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ 0ൻ്റെ പോയിന്റ് അല്ലേ, 0 എന്ന് പറഞ്ഞ പോയിന്റാണിത്. ഓക്കെ, പിന്നെ ഇത് ഇതേപോലെ മൂവ് ചെയ്തു 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഇതെന്താണ്, റിപ്പീറ്റഡ് ചെയ്യാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു പീരിയോഡിക് മോഷനാണ്. നെക്സ്റ്റ് ഇത് ഇവിടെ വേറൊരു മോഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ മേലേക്ക് പൊന്തി നേരെ 0-ലെത്തി.
ഓക്കെ, അപ്പോൾ അതേപോലെ ആ മോഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ 0 പോയി മേലേക്ക് പൊന്തി നേരെ അടിക്ക് വന്ന് 0 ഈ ഒരു മോഷൻ ഇവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവൻ്റെ ടൈം പീരീഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു മോഷൻ ആവശ്യമായ സമയം, അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അവൻ അവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ അതേ പോയിന്റിലേക്ക് എത്താൻ ആവശ്യമായ ഒരു പീരീഡിന് ആവശ്യമായ ഒറ്റ ഇതിന് ആവശ്യമായ സമയത്തിന് ടൈം പീരീഡ്. അത് ഞാൻ ഡീറ്റെയിൽ പറയും. നമ്മളിപ്പോൾ ഒരു സൂര്യൻ്റെ ചുറ്റുഭാഗത്ത് റൊട്ടേറ്റ് ചെയ്യണത് നമ്മൾ ടൈം പീരീഡ് 365 എന്ന് പറയാൻ കാരണം എന്താ, ഇവിടുന്ന് വന്നിട്ട് ഒരു റൊട്ടേഷൻ, ഒരു ചലനം കഴിഞ്ഞാൽ ആവശ്യമായ 365. അപ്പോൾ ടൈം പീരീഡ് 365 ഡേയ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ നമുക്ക് ലാസ്റ്റ് ഗ്രാഫ് നോക്കാം. ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, എന്ത് ചെയ്തു, ഇവിടെ എത്തി. അതാ സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷനിൽ തിരിച്ചെത്തി. ഇവിടെ ഒരു കയ്യിൻ്റെ മാർക്കുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട് കണ്ട. ഇവിടുത്തെ ഒരു ബോൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് മേലെ തുടങ്ങി ഇതാ ഈ ഒരു പൊസിഷനിലെത്തി. അതാ ഇത് ടൈം പീരീഡ് കാണിച്ചിട്ടുള്ളത്. ഇതിന് ഇതുവരെ ആവശ്യമായ ടൈം പീരീഡ്. ഇതെന്ത് ചെയ്യും, ഇതാ ഇതേപോലെ ഇതൊരു റൊട്ടേറ്ററി മോഷൻ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് എന്ത് ചെയ്യുക, തിരിച്ചെത്തുക. ഇതേപോലത്തെ മോഷൻ എന്നാണ് പീരിയോഡിക് മോഷൻ. ഗ്രാഫ് വൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാണ്. നെക്സ്റ്റ് നമുക്ക് ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ളത് പറയാൻ പോവാം. നമുക്ക് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് അറിയേണ്ടതാണ്. പക്ഷേ നമുക്ക് ഹാർമോണിക് മോഷൻ അറിയാം. അപ്പോൾ പീരിയോഡിക് മോഷൻ്റെ കേസ് നമ്മൾ പഠിച്ചു. പീരിയോഡിക് മോഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുന്നതിന് മുമ്പാണ് ഹാർമോണിക് മോഷൻ അറിയേണ്ടത്. ഓക്കെ, ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഹാർമോണിക് മോഷൻ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ എന്തെന്ന് പറയുക, ഹാർമോണിക് മോഷൻ അറിയാം. അബൌട്ട് എ മീൻ പൊസിഷൻ, ഒരു പ്രത്യേക മീൻ പൊസിഷനിൽ വെച്ചിട്ട് ഈസ് കോൾഡ് ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ. നമ്മളൊരു ബോഡീനെ ഒരു കല്ല് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കയറിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ തൂക്കിയിട്ടുണ്ട്, ഇതാണ് ഇതിൻ്റെ മീൻ പൊസിഷൻ. ഇങ്ങനെ തൂക്കിയിട്ട് കാണാം. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ആട്ടി വിടുകയാണ്. ഇവിടുന്ന് ആട്ടി കഴിഞ്ഞത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മേലേക്ക് പോകും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങോട്ട് പോകും. ഇതേ രീതിയിലായിരിക്കും ഇതിൻ്റെ മോഷൻ. ഇതേ രീതിയിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു കല്ലിന് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഫോഴ്സ് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ മീൻ പൊസിഷൻ ഇങ്ങോട്ട് തിരിച്ചു വരും, പിന്നെ വന്നോട് ഇത് ആദ്യൻ്റെ പൊസിഷനെത്തും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇതിന് പറഞ്ഞ പേര്, ഈ ഒരു മോഷന് പറഞ്ഞ പേരാണ് ഓസിലേറ്ററി മോഷൻ. ഈ ഒരു മോഷനാണ് ഹാർമോണിക് മോഷൻ. ഇതൊരു പീരിയോഡിക് മോഷനാണോ? ഇതൊരു പീരിയോഡിക് മോഷൻ തന്നെയാണ്, പീരിയോഡിക് മോഷനും ആണ്. പക്ഷെ ഇതെന്താണ്, ഹാർമോണിക് മോഷനാണ്. ഇതൊരു പീരിയോഡിക്കിൽ അത് ഇവിടുന്ന് വന്നു, അതേ മോഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യണത്. നമ്മൾ പീരിയോഡിക് മോഷൻ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ എന്നല്ല പറഞ്ഞതാ. ഇതിന് പീരിയോഡിക് മോഷനാണ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് പറഞ്ഞ പേരാണ് ഹാർമോണിക് മോഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ. നമ്മൾ എന്ത് ചെയ്യണം, ടു ആൻഡ് ഫ്രോ, ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ എന്നൊക്കെ പറയും. ടു ആൻഡ് ഫ്രോ, ടു എന്ന് പറഞ്ഞാൽ ടു, ഫ്രോ മോഷൻ റിട്ടേൺ തിരിച്ചു വരിക, ടു ഫ്രോ. അതേപോലെ ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒക്കെ നമുക്ക് ആ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇതിന് പറഞ്ഞ പേരാണ് ഓസിലേഷൻ എന്ന് പറയാറ്. നമുക്ക് വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പഠിക്കാണ്ട്. നമ്മൾ കേട്ടില്ല, നമ്മൾ ഫോൺ വൈബ്രേറ്റ് ചെയ്തു, അത് വൈബ്രേറ്റഡ് മോഷൻ എന്നൊക്കെ പറയാറില്ലേ. ഓസിലേഷൻ വിത്ത് ഹൈ ഫ്രീക്വൻസി ആർ കോൾഡ് വൈബ്രേഷൻ. നല്ല ഹൈ ഫ്രീക്വൻസിയിലുള്ള ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈബ്രേഷൻ എന്ന് പറയുന്നത്. അഥവാ ഭയങ്കര ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുക, അത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിന് പറഞ്ഞ പേരാണ് വൈബ്രേഷൻ. അത് ഫ്രീക്വൻസി എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ തന്നെ ഫ്രീക്വൻസി എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് എക്സാമ്പിളുകൾ നമുക്ക് വേണം. ഓസിലേറ്ററി മോഷൻ്റെ അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ്റെ എക്സാമ്പിളുകൾ ചോദിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ എക്സാമ്പിളുകളാണ്, നമുക്കിത് പഠിക്കണം. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ സാധനത്തിന് പറഞ്ഞ പേരാണ് സിമ്പിൾ പെൻഡുലം. നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, ഒരു കയറെടുത്തിട്ട് അതിലൊരു സിമ്പിൾ പെൻഡുലം, ഒരു ലോബ് എന്ത് ചെയ്ത് തൂക്കിയിട്ട് അതിന് പറഞ്ഞ പേര് സിമ്പിൾ പെൻഡുലം. നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഈ സിമ്പിൾ പെൻഡുലം നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാണ്. അതെന്താണ്, ഒരു ഓസിലേറ്ററി മോഷനാണ്. പിന്നെന്താണ്, ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ പിസ്റ്റൺ ഓഫ് എ ഓട്ടോമൊബൈൽ എഞ്ചിൻ. നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിൻ, ഒരു വണ്ടിൻ്റെ എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിസ്റ്റൺ, അതിൻ്റെ ഉള്ളിലത്തെ പിസ്റ്റൺ എന്ത് ഉണ്ടാവും, മൂവ്മെൻറ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ എന്ത് ചെയ്യും, ആദ്യം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും, പിന്നെ ബാക്കിലേക്ക്, ഫ്രണ്ടിലേക്ക് ബാക്ക്, ആ ഒരു മൂവ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. അതുകൊണ്ട് എന്താണ്, ഒരു ഓസിലേറ്ററി മോഷനാണ്. വൈബ്രേഷൻ ഓഫ് ആൻ എക്സൈറ്റഡ് ട്യൂണിങ് ഫോർക്ക്. അഥവാ നമ്മൾ ട്യൂണിങ് ഫോർക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വൈബ്രേഷൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ലാബ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും ഇതേ രീതിയിലൊരു സംഭവം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ബെഞ്ചിലൊക്കെ തട്ടി നോക്കി ചെവിയിലൊക്കെ വെക്കാറുണ്ട് അല്ലേ. അത് എന്തുണ്ട്, ഈ ഒരു ഭാഗം എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സൗണ്ട് കേൾക്കാം. ആ ഒരു വൈബ്രേഷൻ, ആ ഒരു വൈബ്രേറ്റഡ് മോഷൻ, ട്യൂണിങ് ഫോർക്കിൻ്റെ വൈബ്രേറ്റഡ് മോഷൻ, എക്സൈറ്റഡ് ട്യൂണിങ് ഫോർക്ക്. എക്സൈറ്റഡ് നമ്മൾ എന്ത് ചെയ്യാണ്, എവിടെയെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തതിന് എക്സൈറ്റഡ് എന്ന് പറയാം.
അങ്ങനത്തെ ആ ഒരു വൈബ്രേഷൻ, ട്യൂണിംഗ് ഫോർക്കിലുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഓസിലേറ്ററി മോഷനും ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പീരിയോഡിക് മോഷത്തിന് മുമ്പ് പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാനുണ്ട്. എന്താണ് പീരിയോഡിക് മോഷനും ഹാർമോണിക് മോഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. നമ്മൾ കേൾക്കാം, ഡിഫറൻസ് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കണം. നമ്മൾ പറഞ്ഞ സിമ്പിൾ പെൻഡുലം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഓസിലേറ്ററി മോഷൻ എക്സാമ്പിളാണ്. ഇതിൻ്റെ ഒരു മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, മീൻ പൊസിഷൻ. ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്, ഇത് ആദ്യം തുടങ്ങുന്ന പൊസിഷന് നമ്മൾ പറഞ്ഞ പേരാണ് മീൻ പൊസിഷൻ. ഇവൻ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, അഥവാ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇടയിൽ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതാണ്, എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇതൊരു ഓസിലേറ്ററി മോഷനാണ്. അടുത്തത് വേറൊരു ഓസിലേറ്ററി മോഷനാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു സ്പ്രിങ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഒരു മാസ്, ഒരു ഭാരം വെച്ചിട്ടുണ്ട്. ഈ ഒരു സർഫസ് എന്ന ഫ്രിക്ഷൻലെസ് സർഫസാണ്, ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത, അഥവാ വളരെ മിനുസമായിട്ടുള്ളൊരു സർഫസാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ ഇങ്ങോട്ട് തള്ളിയിട്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വലിച്ചിട്ടോ വിടുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതൊരു മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മോഷനാണ്? ഓസിലേറ്ററി മോഷനാണ്. ഈ മോഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മനസ്സിലാക്കുകയാണ്. എന്ത് ചെയ്യുക? ഇതിനെ വലിച്ചു വിടുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫോഴ്സ് പോയി ഏതെങ്കിലും ഭാഗത്തൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൽ ആദ്യം ഇങ്ങോട്ട് പോകും, ഇങ്ങനെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓസിലേറ്ററി മോഷനാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പീരിയോഡിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ പെട്ടെന്ന് നോക്കാം. നമ്മൾ പീരിയോഡിക് മോഷൻ പറഞ്ഞു, പിന്നെ ഓസിലേറ്ററി മോഷൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ, അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ, ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേരാണ് ഹാർമോണിക് മോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു നോട്ട് വൈസ് തന്നെ ഹെഡിങ് കൊടുത്തൊക്കെ അതേപോലെ തന്നെ നോട്ട് വൈസ് തന്നെ എഴുതിയിട്ട് പോകണം ഈ കാര്യങ്ങളൊക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ പീരിയോഡിക് മോഷൻ ആൻഡ് ഓസിലേറ്ററി മോഷൻ. ഒരു പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും തമ്മിലെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് പറയുന്നത്. എവരി ഓസിലേറ്ററി മോഷൻസ് ആർ നെസസറിലി പീരിയോഡിക്. അഥവാ എല്ലാ ഓസിലേറ്ററി മോഷൻ, നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് എടുത്താലും ഇതൊരു പീരിയഡിക്കാണ്. കാരണം ഒരു പീരീഡ് ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ വന്നെത്താണ്. പിന്നെ ഇത് ഇങ്ങോട്ട് പോകും, പിന്നെ തിരിച്ച് ഇതേപോലെ ഒരു പീരീഡില്ലേ, ഒരു ടൈം പീരീഡിൽ അത് അതേ പൊസിഷനിൽ എത്തണില്ലേ? നമ്മൾ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം പറയണില്ലേ? അതെന്താണ്? ഒരു പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. അഥവാ അത് ഓസിലേറ്ററി മോഷനുമാണ്, പീരിയോഡിക് മോഷനുമാണ്. അപ്പോൾ അതിന് ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ബട്ട് എവരി പീരിയോഡിക് മോഷൻസ് ആർ നോട്ട് ഇൻ ഓസിലേറ്ററി മോഷൻ. അപ്പോൾ ഈ പീരിയോഡിക് മോഷൻ എല്ലാതും എന്തല്ല? ഓസിലേറ്ററി മോഷൻ അല്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ഓസിലേറ്ററി മോഷനും, പെൻഡുലത്തിൻ്റെ മോഷനാണെങ്കിലും സ്പ്രിങ്ങിൻ്റെ മോഷനാണ് എന്നുണ്ടെങ്കിലൊക്കെ എന്താണ്? അതൊക്കെ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മോഷനാണ്. എല്ലാ ഓസിലേറ്ററി മോഷൻസ് ഒക്കെ പീരിയോഡിക് മോഷനാണ്. ബട്ട് എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി മോഷൻ അല്ല. കാരണം എന്താണ്? നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓസിലേറ്ററി മോഷൻ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് അവിടെ കിടന്ന് ടു ആൻഡ് ഫ്രോ ആയിരിക്കണം. ടു ആൻഡ് ഫ്രോ അങ്ങോട്ട് കൂടി മൂവ് ചെയ്തിരിക്കണം. നമ്മൾക്കിപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പീരീഡിൽ ആ മോഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീരിയോഡിക് മോഷനാണെന്ന് പറയാം. ഓസിലേറ്ററി മോഷൻ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? ടു ആൻഡ് ഫ്രോ മോഷൻ വേണം. ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകണം, അതേപോലെ തിരിച്ചിങ്ങോട്ട് എത്തണം. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ദി മോഷൻ ഓഫ് ആൻ എർത്ത് അറൗണ്ട് ദി സൺ ഈസ് പീരിയോഡിക് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓസിലേറ്ററി. അഥവാ നമ്മൾ പറഞ്ഞ എർത്ത് ഒരു സണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കിടന്ന് കറങ്ങുന്നുണ്ട്, അത് പീരിയോഡിക് മോഷനാണ്, ബട്ട് ഓസിലേറ്ററി അല്ല. കാരണം എന്താ? ഇത് ഈ സർഫസിൽ ഈ ഒരു പാത്തിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണില്ലല്ലോ. അങ്ങനെ മൂവ് ചെയ്യുന്ന നല്ല രസം ഉണ്ടാവും. നമ്മൾ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെയല്ല. അതെന്ത് ചെയ്യണത്? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു പീരീഡ് എത്തി ഇവിടെ തന്നെ എത്തും, പിന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടുത്തൊരു പീരീഡ് എത്തി ഇവിടെ തന്നെ എത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഷനാണ്. പക്ഷേ ഇതിൽ എന്തില്ല? ഓസിലേഷൻ ഇല്ല. അഥവാ ഓസിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ ഇല്ല. അപ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് നമ്മൾ പറഞ്ഞ പേരാണ് ഓസിലേറ്ററി മോഷൻ. എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് മോഷനാണ്. ബട്ട് എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി മോഷൻ അല്ല. അത് ഈ ഒരു എർത്തിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു രണ്ട് ഡിഫറൻസും പഠിക്കുക, രണ്ട് മോഷൻ്റെ കേസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ശേഷം നമ്മൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കീ വേർഡുകളാണ് പറയാൻ പോകുന്നത്. നമുക്ക് ഈ പാഠത്തിൽ ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാനിവിടെ കുറച്ച് നിങ്ങൾക്ക് ഫ്രീക്വൻസി എന്നുള്ള വേർഡൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഫ്രീക്വൻസി ഈ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഫ്രീക്വൻസീൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിൻ്റെ കുറച്ച് വേർഡുകൾ നമ്മൾ നോക്കുകയാണ്. ഒന്നാമത്തേത് ഒന്നാണ് പീരീഡ്. ഞാൻ എത്ര നേരം പറഞ്ഞു ടൈം പീരീഡ്. ഒരു പീരീഡിൽ കിടന്ന് കറങ്ങുക, അല്ലെങ്കിൽ ഒരു പീരീഡിൽ റൊട്ടേറ്റ് ചെയ്യുക, ഒരു പീരീഡിൽ സിമ്പിൾ പെൻഡുലം മൂവ്. എന്താണ് ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് എ പീരിയോഡിക് മോഷൻ ഈസ് റിപ്പീറ്റഡ്, ഇറ്റ്സ് കോൾഡ് ടൈം പീരീഡ്. ഇത് സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെൽ. നമ്മളിപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ്റെ കേസ് പറഞ്ഞു. എങ്ങനെയാണ്? ഇതിങ്ങനെ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു പാത്തിൽ ഭൂമി ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഈ ഒരൊറ്റൊരു പീരിയോഡിക് റൊട്ടേറ്ററി അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നിട്ടുള്ള ഒരു പീരിയോഡിക് റിപ്പീറ്റഡ് മോഷൻ ആവശ്യമായ സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെൽ. ഇത് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? ഇതേ ഇതിലെത്തി. ഇങ്ങനെ കുറേ മോഷൻ ഉണ്ടല്ലോ, ഇതിൽ കുറേ നമ്പർ ഓഫ് മോഷൻസ് ഉണ്ടാവും. അതിലേത് മോഷനിലാണ് ഇവൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേ ഒരു പൊസിഷൻക്ക് വളരെ സ്മോളസ്റ്റ് പെട്ടെന്ന് എത്തണ്, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയാം. നമ്മളിപ്പോൾ ആദ്യം നമ്മളൊരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാണ്? നമ്മളൊരു വട്ടത്തിൽ കിടന്ന് കറങ്ങാമെന്ന് വിചാരിക്കാം. നമ്മൾ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും, ചിലപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ പറ്റും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ടസ്റ്റ് വളരെ പെട്ടെന്ന് എത്തുന്ന ടൈം ഏതാണ്? അത് നമ്മൾ ടൈം പീരീഡ്, സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് എ പീരീഡ് ഓഫ് മോഷൻ. ഒരു പീരീഡ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട്. അല്ലാതെ ഇപ്പോൾ നമ്മൾക്ക് വെറുതെ എന്താണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഒരു മീനിങ് വെക്കരുത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ആദ്യം ഒരു 3 മിനിറ്റ് കൊണ്ട് എത്തി, പിന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് എത്തി, പിന്നെ എപ്പോഴെങ്കിലും ഒരു 1 മിനിറ്റ് കൊണ്ട് എത്തിയെങ്കിൽ ആ 1 മിനിറ്റാണ് ഇത് പീരീഡ് എന്ന് പറയണില്ല. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ടൈം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം നമ്മൾ 1 മിനിറ്റ് കൊണ്ട് എത്തി. അപ്പോൾ അതിൻ്റെ പീരീഡ് 1 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡ് നമുക്ക് ആ ഒരു റൊട്ടേഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഏതാണ്? ഈ ഒരു 1 മിനിറ്റ് എന്ന് സ്മോളസ്റ്റ് ടൈം ആണെങ്കിൽ അതിന് നമ്മൾ ടൈം പീരീഡ് എന്ന് കണക്കാക്കി എടുക്കും. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടി വേണ്ടിയിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമുക്കത് അറിയാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കാം. ഇഫ് എ പാർട്ടിക്കിൾ ഓസിലേറ്റ്സ് n ടൈംസ്, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? n ടൈംസ് ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പീരിയോഡിക് മോഷനിൽ ഓസിലേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. n ടൈംസ് എന്ന് പറഞ്ഞാൽ കുറേ സമയം, n എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സമയത്തിന് പറയാം. ഇപ്പോൾ 20 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 40 ടൈംസ് ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട് പറയാം. അതിന് പകരം നമ്മൾ പറയാം n ടൈംസ് കുറേ സമയം ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് ടൈം അത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ടൈം പീരീഡ് എന്ന് പറയുന്നത് T, ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു T ബൈ, അഥവാ എത്ര സെക്കൻഡ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് ഡിവൈഡ് ബൈ n, നമ്പർ ഓഫ് ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ പീരീഡ് കാണാൻ പറ്റും. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സിമ്പിൾ പെൻഡുലം ഉണ്ടല്ലോ, ഇതൊരു 20 പ്രാവശ്യം കറങ്ങിക്കണം എന്ന് വിചാരിക്കുക. n ഈസ് ഈക്വൽ ടു 20 പ്രാവശ്യം കിടന്നിട്ട് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തു. അത് ആ 20ാമത്തെ പ്രാവശ്യം എത്തി. ഇത് മെല്ലെ ഇവിടെ എത്തി. നമ്മളിപ്പോൾ ഒരു പെൻഡുലാണെങ്കിൽ ആട്ടി വിട്ടാൽ ആദ്യം മെല്ലെ പോയി വന്ന് പിന്നെ സ്ലോ ആയി ഇത് എന്ത് ഈ പൊസിഷൻ തന്നെ നിൽക്കും അല്ലേ? സ്ലോ ആയിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഷൻ കഴിഞ്ഞു. അപ്പോൾ 20 പ്രാവശ്യമാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? 20 ടൈംസാണ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് മോഷൻ. അതിന് വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡാണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ 20 സമയം റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് 10 സെക്കൻഡ് എടുത്തിട്ട് വിചാരിക്കുക. ഇവിടെ ടൈം പീരീഡ് നമ്മളെങ്ങനെ കാണുക? ഇതിലെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ എത്ര സമയമാണോ അതിന് ടോട്ടൽ മോഷന് വേണ്ടി എടുത്തേക്കണ് ഡിവൈഡ് ബൈ എത്ര പ്രാവശ്യമായിട്ട് റൊട്ടേറ്റ് ചെയ്തേക്കണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കിട്ടും. ഇവിടുത്തെ ടൈം പീരീഡ് കിട്ടും. എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് കിട്ടും. ഇതിന് പറഞ്ഞ പേരാണ് ടൈം പീരീഡ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട ചിന്തിച്ച് ഭ്രാന്താക്കാതെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ബേസ് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്ക് വേറെ ടോപ്പിക്ക് പോകാം. ടൈം പീരീഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഫ്രീക്വൻസി ഞാനവിടെ പറഞ്ഞു, ഒരു വൈബ്രേഷൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടിയ നമ്പർ ഓഫ് ടൈംസ് ഹയർ ഫ്രീക്വൻസിയിലാണ് എങ്കിൽ അതൊരു വൈബ്രേറ്റഡ് മോഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അഥവാ ഇത് കുറേ സമയം ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യാണ്? എത്ര സമയം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ദി നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇത് എത്ര സമയം റിപ്പീറ്റേഷൻ നടന്നിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞ സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞ സ്മോൾ എഫ് ആയിട്ട് സൂചിപ്പിക്കാറുണ്ട്. ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു എത്ര സമയമാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഡിവൈഡ് എത്ര നമ്പർ ടൈംസാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഡിവൈഡ് ബൈ ടൈം. അല്ല എന്നുണ്ടെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ടി, ക്യാപിറ്റൽ ടി അഥവാ ടൈം പീരീഡ്.
1/ടൈം പീരീഡോ അല്ലെങ്കിൽ n/t ചെയ്താലോ എന്തുകൊണ്ട് ഫ്രീക്വൻസി എന്ന് കിട്ടും. അഥവാ നമുക്ക് ഈ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ തിരിച്ചിട്ടാൽ ഈ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ അത് തിരിച്ച് കിട്ടാൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ടൈം പീരീഡിനെ തല തിരിച്ചിട്ടതാണ് ഫ്രീക്വൻസി. ടൈം പീരീഡിനെ തല തിരിച്ചിട്ടതാണ് ഫ്രീക്വൻസി. ടി എന്ന് പറഞ്ഞതാണ് ഫ്രീക്വൻസി. ടി എന്ന് പറഞ്ഞത് ടൈം പീരീഡ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/t അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിനെ തല തിരിച്ചിട്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കേൾക്കുക. നമുക്ക് അറിയേണ്ടതിൻ്റെ ഒപ്പം തന്നെ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്, ആംഗുലാർ ഫ്രീക്വൻസി. എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി? ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം നമ്മൾ ആംഗുലാർ എന്നുള്ള ഒരു ടേമൊക്കെ നമ്മൾ വേറൊരു പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഫ്രീക്വൻസിയിൽ നമ്മളിപ്പോൾ റൊട്ടേറ്ററി മോഷൻ, ഇപ്പോൾ സർക്കുലാർ ഒരു റൊട്ടേറ്ററി മോഷനാണ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസിന് പറഞ്ഞ പേരാണ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ. ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ സ്പീഡ് ഒക്കെ വേറെ വേറെ സാധനങ്ങളാണ്. നമ്മൾ പറയുകയാണ് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഒരു സർക്കിളിൽ റൊട്ടേറ്റ് ചെയ്യുക, വട്ടത്തിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രീക്വൻസി നമ്മൾ പറയും ആംഗുലാർ ഫ്രീക്വൻസി എന്ന്. ഒരു പ്രത്യേക ആംഗിളിൽ കിടന്നിട്ടാണ് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ഫ്രീക്വൻസി എന്നുള്ളത് ആംഗുലാർ ഫ്രീക്വൻസി എന്നുള്ളത് മനസ്സിലാക്കുക. ആംഗുലാർ ഫ്രീക്വൻസി എന്നത് റൊട്ടേറ്ററി മോഷൻ, അഥവാ സർക്കുലാർ മോഷനിലോ റൊട്ടേറ്ററി മോഷനിലോ നമ്മൾ പറയുന്ന ഫ്രീക്വൻസിയാണ് ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു ഫ്രീക്വൻസി, സാധാ ഫ്രീക്വൻസി പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ വ്യത്യാസം ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ആംഗുലർ ഫ്രീക്വൻസിക്ക് നമ്മൾ ഒമേഗ എന്നാണ് പറയുക. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t ഇക്വേഷനാണ്. 2π/t ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ഇതിൻ്റെയൊക്കെ യൂണിറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം 1/t എന്നുള്ള ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് എന്നാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്. ടൈമിൻ്റെ ഇൻവേഴ്സ് സെക്കൻഡാണ്, അതുകൊണ്ട് സെക്കൻഡ് ഇൻവേഴ്സിന് യൂണിറ്റ് വരും. അതേപോലെ ഫ്രീക്വൻസിൻ്റെ റാഡ് പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ്, റാഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇതാണ് നമുക്ക് ആംഗുലർ ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ടോപ്പിക്കുകൾക്ക് പോവാം. അഥവാ ഫ്രീക്വൻസിൻ്റെ കേസും ടൈം പീരീഡിൻ്റെ കേസും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഒരു പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു, ഒരു ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മളെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പറയാം. ഹാർമോണിക് മോഷൻ എന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഹാർമോണിക് മോഷൻ്റെ കാര്യങ്ങളും അതിനാവശ്യമായ കുറച്ച് ടേമും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇൻ ദിസ് ഫിസിക്സ്, ഇൻ ദിസ് ചാപ്റ്റർ. ഈ ഒരു പാഠത്തു നിന്ന് എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. കാരണം എന്താ, നിങ്ങൾക്ക് 2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ക്വസ്റ്റ്യൻ നിർബന്ധമായിരിക്കും. നിങ്ങളെ ക്വസ്റ്റ്യനെ മാർക്ക് ചെയ്ത് വെക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓസിലേറ്ററി മോഷൻ. ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓസിലേറ്ററി മോഷനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. അപ്പോൾ ഓസിലേറ്ററി മോഷൻ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ? ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെൻഡുലത്തിൻ്റെ ഒക്കെ റൊട്ടേഷനൊക്കെ പഠിച്ചില്ലേ? അതൊരു എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ടൊരു ഒറ്റ ലൈനിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യമാണത്. ഓസിലേറ്ററി സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേറ്ററി മോഷനാണ്, ഓസിലേഷൻ തന്നെയാണ്. ബട്ട് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതല്ല നിങ്ങൾ എക്സാമിന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് എഴുതാനുള്ള ഡെഫിനിഷൻ വ്യക്തമായി ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് SHM. അഥവാ SHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. SHM എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്, S എന്ന് പറഞ്ഞാൽ സിമ്പിൾ, H എന്ന് പറഞ്ഞാൽ ഹാർമോണിക്, M എന്ന് പറഞ്ഞാൽ മോഷൻ. അങ്ങനെയാണ് SHM എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ SHM എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. SHM എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇഫ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, അഥവാ ഒരു ഓസിലേറ്ററി മോഷനിൽ ഉണ്ടാവുന്ന ഒബ്ജക്റ്റിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് വിപരീതമായിട്ട് ഓപ്പോസിറ്റായിട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അങ്ങനത്തെയാണ് മോഷനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഒരു
ഓസിലേറ്ററി മോഷൻ ഡെഫിനിഷൻ പറയുന്നത് ഇഫ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ഫസ്റ്റ് നിങ്ങൾ കേൾക്കുക. വരുമ്പോൾ ഉണ്ടാവുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിനോട് ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഫ്രം ദി മീൻ പൊസിഷനിൽ നിന്ന്. ഞാൻ മീൻ പൊസിഷൻ എന്താണെന്നുള്ളത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ചിത്രം വരക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സിമ്പിൾ പെൻഡുലം ഇതേപോലെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യം തൂക്കിയിട്ടുള്ള ഈ പൊസിഷൻ പറഞ്ഞ പേരാണ് അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് മീൻ പൊസിഷനിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, അഥവാ ഓസിലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ആദ്യമുള്ള ഈ ഒരു പൊസിഷനാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയുക. ഒരു സിമ്പിൾ പെൻഡുലം ആദ്യം ഇവൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു പൊസിഷൻ. ഇത് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഈ ഒരു പൊസിഷനിൽ എത്താം അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയാറ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യാം, ആ പെൻഡുലം എത്താം. അപ്പോൾ ഇവന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പൊസിഷനെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് ഇവൻ്റെ ഫോഴ്സ് എന്തിനോട്, ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഫ്രം ദി മെയിൻ പൊസിഷനിൽ നിന്ന് ആൻഡ് ആൾവേസ് ഡയറക്റ്റ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ. അങ്ങനെ ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും, അതിൻ്റെ മെയിൻ പൊസിഷനിൽ തന്നെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനത്തെ മോഷന് പറഞ്ഞ പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ വലുതായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വെച്ച് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ എന്ത് കേൾക്കുക, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതോ ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണത്. ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് അതിന്മേണ്ടാവണം, ആ പാർട്ടിക്കിൾമേണ്ടാവണം, അല്ലെങ്കിൽ പെൻഡുലത്തിനുണ്ടാവണം റീസ്റ്റോറിങ് ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ ആൻഡ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ എഫ് എന്ന് പറയും. എഫ് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടുന്ന് മൂവ് ചെയ്ത് അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും ഇല്ലേ? ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഫ്രം ദി മെയിൻ പൊസിഷൻ ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ. അഥവാ മെയിൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ആര്, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാണ് തിരിച്ചു വരിക, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷനിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഈ ഒരു ടൈപ്പ് ഓഫ് മോഷന് പറഞ്ഞ പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ കാണാതെ പഠിച്ചാലോ മനസ്സിലാക്കാൻ പറ്റും. ഇത് കാണാതെ എഴുതേണ്ടതാണ്, കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കാണാതെ അറിയണമെങ്കിൽ, കാണാതെ പഠിക്കണം എന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവണം. സിമ്പിൾ പെൻഡുലം മൂവ് ചെയ്യാണ്, ഈ ഒരു പൊസിഷനാണ് മെയിൻ പൊസിഷൻ എന്ന് പറയുക. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫോഴ്സ് അതിന് റീസ്റ്റോർ ആവും. ആ ഒരു ഫോഴ്സ് കൊണ്ട് ഇത് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു പൊസിഷനിലേക്ക് തിരിച്ചെത്താം. അങ്ങോട്ട് പോവാം. പിന്നെ അത് തിരിച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ മെയിൻ പൊസിഷനിൽ തിരിച്ചെത്താം. അപ്പോൾ ഈ ഒരു മെയിൻ പൊസിഷനിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അതിമുണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അഥവാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഇതിന് പറഞ്ഞ പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് ഫ്രം ദി മെയിൻ പൊസിഷൻ. ഈ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അത് ഡയറക്റ്റ് ചെയ്യും ടു വേർഡ്സ് ദി മെയിൻ പൊസിഷൻ. അതെന്ത് ചെയ്യും, ആ ഡയറക്റ്റ് മെയിൻ പൊസിഷനിൽ തന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരും, ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു ഡെഫിനേഷൻ കാണാതെ പഠിക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഈ ഒരു ഡെഫിനേഷൻ എക്സാമിന് എഴുതിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ആ കാര്യം എഴുതുന്നതിനൊപ്പം തന്നെ ഹാർമോണിക് മോഷൻ എന്താണ്, വാട്ട് ഈസ് ഹാർമോണിക് മോഷൻ, വാട്ട് യു മീൻ ബൈ ഹാർമോണിക് മോഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഡെഫിനേഷൻ എഴുതിയതിന് ശേഷം അതിന് താഴെ എഴുതേണ്ട കാര്യങ്ങളാണ് ഞാൻ ആ പറഞ്ഞ ഡെഫിനേഷൻ ഉണ്ടല്ലോ അതേപോലെ എഴുതണം. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തും, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിനോട് എന്ത് പ്രൊപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴാണ് കൂടുക, നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ നല്ല ഫോഴ്സിൽ വിടുമ്പോൾ ഇതിന്മേൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു ഹൈറ്റിലൊക്കെ പൊന്തും.
റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഇതിനാണ് ഇതിങ്ങോട്ട് പോരുക, തിരിച്ച് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റ് തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഡിസ്റ്റൻസ് കൂടൂലേ, ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള കാര്യം വന്നത്. റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഡിസ്പ്ലേസ്മെൻറ്റിനോട്. ആ റീസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ എഫ് എന്ന് കൊടുത്തു, ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. നമ്മൾ ദൂരത്തിന് എക്സ് എന്ന് പറഞ്ഞിട്ടല്ല സൂചിപ്പിക്കാറ്. അപ്പോൾ നമുക്ക് കിട്ടി എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു എന്നിടും, ഇട്ട് കെ എന്നൊരു കോൺസ്റ്റൻറ്റ് ഒരു കെ എന്ന് കൊടുക്കും, കെ എക്സ് എന്ന് കിട്ടും. അപ്പോൾ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കിട്ടും. മൈനസ് എന്ന് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കണ ഫോഴ്സിന് ഒപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും, റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് മൈനസ് കെ എന്ന് കൊടുക്കും. നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഈ ഒരു പൊസിഷൻ കാട്ടിയാൽ എന്ത് ചെയ്യും, അതിൻ്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ഒരു ആകൃതിയിലായിരിക്കും. അല്ല നമ്മൾ ഈ ഒബ്ജക്റ്റിന് ഈ ഒരു പൊസിഷന് ഫോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന് ഫോഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് എന്ന് കൊടുക്കാനുള്ള കാരണം ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ഫോഴ്സ് കൊടുത്തിട്ട് എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് കൊടുത്തത്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് കൊടുത്തത്. ആ കോൺസ്റ്റൻറ്റ് പറഞ്ഞ പേരാണ് കെ ഈക്വൽ ടു ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹാർമോണിക് മോഷനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. വാട്ട് ഈസ് ഹാർമോണിക് മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ഇതുവരെ എഴുതാൻ പറ്റുള്ളൂ. ശേഷം നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ഒരു ഹാർമോണിക് മോഷൻ നിങ്ങൾക്ക് 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കണേ എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ കൊടുക്കണം. ഈ ഒരു ഹാർമോണിക് മോഷന്, സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റണം. അഥവാ എക്സാമ്പിൾ എന്താണെന്ന് പറയണം, എന്തൊരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കണം, എക്സാമ്പിൾ പറയണം. അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസ് പറഞ്ഞല്ലോ, അതന്നെ ഒന്നാമത്തെ എക്സാമ്പിളുകൾ ഞാൻ പറയുകയാണ്. ഒന്ന്, ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്. നമ്മളിവിടെ കാണിച്ചു ഒരു സ്പ്രിങ് മൂവ് ചെയ്യണത് അല്ലേ. ഒരു സർഫസിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, ഇങ്ങനെ ഒരു സർഫസിൽ സ്പ്രിങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫോഴ്സ് കൊടുത്തത് എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും, എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതൊരു ഓസിലേറ്ററി മോഷൻ എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ, ഓസിലേഷന് എക്സാമ്പിളാണ്. രണ്ടാമത്തത് വൈബ്രേഷൻ ഓഫ് ട്യൂണിംഗ് ഫോർക്ക്. നമ്മൾ പറഞ്ഞ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ കേസ് ആദ്യം പറഞ്ഞു, ഓസിലേഷൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ആ ഓസിലേഷൻ എക്സാമ്പിൾ എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ്. ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇത് വൈബ്രേറ്റ് ചെയ്യണത് എന്തിന് എക്സാമ്പിളാണ്, ഒരു ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. SHMന് ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, വൈബ്രേഷൻ ഓഫ് ബാലൻസ്ഡ് വീൽ ഓഫ് എ വാച്ച്. അപ്പോൾ ബാലൻസ്ഡ് വീൽ, വാച്ചിൻ്റെ ബാലൻസ്ഡ് വീല് എന്ത് ചെയ്യാണ്, SHM അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. നെക്സ്റ്റ്, ഓസിലേറ്ററി മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം. നമ്മൾ സിമ്പിൾ പെൻഡുലത്തെ കേസ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചില്ലേ, ഈ ഒരു മോഷനൊക്കെ ഒന്ന് ഓസിലേറ്ററി മോഷനാണ്. ഓസിലേഷൻ ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് കിട്ടും, റൊട്ടേറ്റിംഗ് ഫോഴ്സ് കിട്ടും. അത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റിംഗ് ഓസിലേഷൻ കിട്ടും, അത് കിടന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഒരു മോഷൻ എന്ന് പറഞ്ഞത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ 2 എക്സാമ്പിളുകൾ ഇതിന് ഓർത്ത് വെക്കുക. ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, പെൻഡുലത്തിൻ്റെ മോഷൻ ഓർമ്മ വരും. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആലോചിക്കൊണ്ടുള്ളൂ. നമ്മളൊരു എന്ത് ചെയ്തിട്ടാണ്, ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കല്ല് കെട്ടിയിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ പെൻഡുലായിട്ട് കൺസിഡർ ചെയ്യാം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ലാബിൽ വേറെ തന്നെ സംഭവമുണ്ട്. അപ്പോൾ ആ സിമ്പിൾ പെൻഡുലം ഇത്രയും നമ്മൾ സിമ്പിൾ പെൻഡുലം ആലോചിക്കൊണ്ടുള്ളൂ. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റണം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് 2 എക്സാമ്പിളുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡെഫിനിഷൻ കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇക്വേഷന്, അതിൻ്റെ ഒരു എക്സാമ്പിളുകൾ, എത്ര എക്സാമ്പിളുകൾ പറയാൻ പറ്റും അത്ര എക്സാമ്പിൾ നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്സിൽ പഠിക്കാൻ പോകണം. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. എന്നിട്ട് അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പറയും. അപ്പോൾ അവിടെ ആ കേസിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ, അതിലേക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വളരെ ലെങ്ത് ആയി പോകും. സോ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറയണില്ല. ഡിഫറൻസിയേഷൻ എടുക്കുന്ന സമയത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിൽ വെച്ച് നമുക്ക് കുറേ പ്രോബ്ലങ്ങളൊക്കെ ഈ ഒരു +1 പഠിക്കാനുണ്ട്. അപ്പോൾ മാത്സ് എടുക്കുന്ന സമയത്ത് മാത്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഡിഫറൻഷ്യൽ എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ SHMൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, d²x/dt² + ω²x = 0, d²x / dt² +
ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഒരു ഡെറിവേഷനൊക്കെ ശരിക്ക് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ അക്കാര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിൻ്റെ എങ്ങനെ ഇത് വന്ന് എന്നുള്ള ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിൽ എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, അത് പഠിക്കുക. ശേഷം ഒരു കാര്യം കൂടെ ഒപ്പം പഠിക്കാണ്ട് ദി സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ആ ഒരു സൊല്യൂഷൻ ഇക്വേഷനാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ളൊരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം അറിയാൻ പറ്റണം അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നത് SHMൻ്റെ ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സൊല്യൂഷൻ ഇക്വേഷനാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ കണ്ടാൽ, ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ SHMൻ്റെ ഇക്വേഷനാണ്, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളതും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് കൃത്യമായി പറയും. നമുക്ക് ഈ ഒരു +2 നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നിങ്ങൾ ഈ ഒരു കാര്യം ഇതേ രീതിയിൽ പഠിച്ചു വെക്കുക. ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി, ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ആ ഒരു പറഞ്ഞ ടേംസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ശേഷം അതിൻ്റെ ഒപ്പം അറിയേണ്ട ഒരു കാര്യമാണ് SHMൽ നിന്നുള്ള 2 ക്വസ്റ്റ്യനാണ്, 2 രീതിയിലാണ് ചോദിക്കാനുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ SHMനെ കുറിച്ചിട്ട് വാട്ട് ഈസ് SHM എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ കാര്യങ്ങളും അതിന് ഇക്വേഷനും അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസ് വരെ നിങ്ങൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ആയി. അതിൻ്റെ എക്സാമ്പിളുകൾ ചോദിക്കാം. വാട്ട് ഈസ് SHM എന്ന് ചോദിച്ചതിന് ശേഷം എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറഞ്ഞാൽ നമുക്ക് പെൻഡുലത്തിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഫോർ SHM, അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള കണ്ടീഷൻസ്. ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്നുള്ളതിൽ ഏതെങ്കിലും 2 കണ്ടീഷൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും 2 കണ്ടീഷൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കണ്ടീഷൻസ് ഫോർ SHM എന്ന് പറയുന്നത് particles moves in the one dimension. Particles moves in one dimensionൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ, അഥവാ നമ്മൾക്കൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ സംഭവം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അത് 1 ഡയമെൻഷനിൽ മോശമായിരിക്കണം. 1 ഡയമെൻഷനിൽ ഒറ്റ ഡയമെൻഷനിൽ ഉള്ള മോഷനായിരിക്കണം, ഒറ്റ ഫേസിലുള്ള മോഷനായിരിക്കണം ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. 3 ഡയമെൻഷനിൽ നമ്മൾ പറയാറുണ്ട്. 3 ഡയമെൻഷനിൽ എന്ന് പറഞ്ഞാൽ 3D, അഥവാ നമ്മൾ 3 ഫേസ്, നമ്മൾ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷനൊക്കെ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഒറ്റ ഫേസിലുള്ള മോഷൻ 1 ഡയമെൻഷൻ എന്ന് പറയും. 2 പ്ലെയിനിലാണ് എന്നുണ്ടെങ്കിൽ എന്തെന്ന് നമ്മൾ പറയാം 2 ഡയമെൻഷൻ എന്ന് പറയും. ഇതിൽ വേറൊരു K എന്ന് പറഞ്ഞ പ്ലെയിൻ വെച്ചിട്ട് 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 ഡയമെൻഷൻ 3D മോഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു SHMൻ്റെ കണ്ടീഷൻ റെഡി ആവണമെങ്കിൽ മോഷനൊക്കെ എന്താവണം, സിമ്പിൾ അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ ആയിരിക്കണം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 ഡയമെൻഷനിൽ മോഷനാണ്. ഓക്കെ, ഒരു കാര്യം കിട്ടി. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, പാർട്ടിക്കിൾസ് മൂവ് ടു ആൻഡ് ഫ്രോ മോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് ടു ആൻഡ് ഫ്രോ മോഷൻ. അത് ഫ്രോ മോഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഈ 2 കണ്ടീഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. ബാക്കിയുള്ള കണ്ടീഷൻ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. കാരണം 2 കണ്ടീഷൻ എങ്കിലും നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരും. നെറ്റ് ഫോഴ്സ് ഓൺ ദി പാർട്ടിക്കിൾ ഈസ് ആൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദി മെയിൻ പൊസിഷൻ. അപ്പോൾ ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു മെയിൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായി. നെറ്റ് ഫോഴ്സ്, നമ്മൾ ഇവിടുന്ന് ഒരു പെൻഡുലത്തിന് ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് വിട്ടാൽ ഇതിൻ്റെ മെയിൻ പൊസിഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ പൊസിഷൻ, അഥവാ സ്റ്റാർട്ടിങ് മോഷൻ തുടങ്ങണം, അതിനാണ് മെയിൻ പൊസിഷൻ. ആ ഒരു പൊസിഷൻ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ ആടിയിട്ട് ഇവിടെ എത്തി. പിന്നെ ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഒരു മെയിൻ പൊസിഷനിൽ തന്നെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനത്തെ മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല, കാര്യം പറഞ്ഞല്ലോ. അവിടുത്തെ നെറ്റ് ഫോഴ്സ്, അതിന് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ലോ നമ്മൾ പറഞ്ഞതാണ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് 1 ഡയമെൻഷണൽ മോഷനാണ്, ടു ആൻഡ് ഫ്രോ മോഷനാണ്. എന്ത് ചെയ്യും, മെയിൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സിനോ ഡിസ്പ്ലേസ്മെൻറ്റിനോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഒരു 4 പോയിന്റ് കണ്ടീഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളോട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഈ കണ്ടീഷൻസും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മൊത്തം കംപ്ലീറ്റ് ആയി, മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതിന് എക്സാമ്പിൾ എന്താണ്, കണ്ടീഷൻ എന്താണ്, ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്തൊരു പാർട്ടിലേക്ക് വരിക. അടുത്തൊരു പാർട്ടിൽ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് പറയണത്, സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഓസിലേറ്ററി മോഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാണ്ട് അതിൻ്റെ ഒരു സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡിൽ ഡെറിവേഷൻ നമുക്ക് കൃത്യമായി ചെയ്യുകയും ആ ഡെറിവേഷൻ പഠിക്കുകയും വേണം. ഡെറിവേഷൻ എല്ലാ എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്നതാണ്. അങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ക്ലിയർ ആയിട്ട് ഡിറൈവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പഠിപ്പിക്കുന്നതായിരിക്കും. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആയി പഠിച്ചതിന് ശേഷം, അഥവാ ഇതുവരെ ഈ SHM എല്ലാ കേസും പഠിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസും ടൈം പീരീഡ് പഠിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.